ഹായ് ഹലോ നമസ്കാരം, എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പിയുടെ പേര് വെജിറ്റബിൾ പുലാവാണ്. അപ്പോൾ ഈ വെജിറ്റബിൾ പുലാവ് എന്ന് പറയുമ്പോൾ എന്താ ഇപ്പോൾ വെജിറ്റബിൾ പുലാവിൻ്റെ പ്രത്യേകത എന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷേ ഈ പുലാവിൽ നമ്മൾ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും ഉപയോഗിക്കുന്നില്ല. വളരെ സിമ്പിളായിട്ട് പ്രഷർ കുക്കറിൽ ഉണ്ടാക്കാവുന്ന ഒരു പുലാവാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ പേര് സന്ധ്യ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയറും ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെല്ലടിച്ചാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ഈ റെസിപ്പിയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ദയവായി ചെക്ക് ചെയ്യുക. അപ്പോൾ പുലാവ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ കുറച്ച് പച്ചക്കറി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ക്യാരറ്റ്, ബീൻസ്, ഗ്രീൻ പീസാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് കൂടാതെ നമുക്ക് വേണമെങ്കിൽ കോളിഫ്ലവറും പൊട്ടേറ്റോയും ചേർക്കാം. ഞാനിവിടെ കുറച്ച് ക്യാപ്സിക്കം ഉപയോഗിക്കുന്നത്. ഇത് ടോട്ടലി ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. 2 പച്ചമുളക് കീറിയത് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ബിരിയാണി ഇല, കുരുമുളക്, ഏലക്ക, കരാമ്പു, പിന്നെ കുറച്ച് ജീരകം, കുറച്ച് നാരങ്ങ നീര്. പിന്നെ ഇവിടെ ബാസ്മതി റൈസ്, നമ്മൾ ലോങ് ഗ്രെയിൻ റൈസില്ലേ, നീളത്തിലുള്ള അരി ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. പുലാവിൻ്റെയൊക്കെ ഈ അരി ആയിരിക്കും നല്ലത്. നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ മാത്രം നിങ്ങൾ ജീരകശാല അരി ഉപയോഗിക്കാം. അപ്പോൾ ഈ അരി ഞാൻ വെള്ളത്തിൽ ഒരു 20 മിനിറ്റ് കുതിർത്തി വെച്ചിട്ട് വെള്ളം ഡ്രെയിൻ ചെയ്തെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇത് കൂടാതെ നമുക്ക് കുറച്ച് നെയ്യ് വേണം. അപ്പോൾ നമുക്ക് ഈ വെജിറ്റബിൾ പുലാവ് ഉണ്ടാക്കി തുടങ്ങാം. ഒരു പ്രഷർ പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഫുൾ ഫയറിലാണ് വെച്ചിരിക്കുന്നത്. നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ സ്പൈസസ് അല്ലെങ്കിൽ മസാലകൾ ചേർക്കാം. ബിരിയാണി ഇല, ജീരകം, ഏലക്ക, പട്ട, കുരുമുളക്. ഇത്രയും ഇട്ടിട്ട് ഇതിലെ ജീരകം ഒന്ന് പൊട്ടുന്ന വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം. ജീരകം ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് വെജിറ്റബിൾസും പച്ചമുളകും ചേർക്കാം. വെജിറ്റബിൾസും പച്ചമുളകും ചേർത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് കുക്കാവുന്ന നേരം കൊണ്ട് നമുക്ക് 2 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെക്കാം. അപ്പം ഞാൻ ഓൾറെഡി വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 2-3 മിനിറ്റ് ഞാനിത് നല്ലോണം ഇളക്കി കൊടുത്തു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ ക്യാപ്സിക്കം ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് അരി ചേർക്കാം. എന്നിട്ട് ഇതൊന്ന് നല്ലോണം വഴറ്റണം. അരി ഒന്ന് ഫ്രൈ ആയിട്ട് പൊട്ടുന്ന സൗണ്ട് വരാൻ തുടങ്ങും. അതുവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അരി പൊട്ടുന്ന സൗണ്ട് കേട്ട് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർക്കാം. തിളച്ച വെള്ളം 2 കപ്പാണ് ഞാൻ ചേർക്കുന്നത്. എന്നിട്ട് അരി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. മിക്സ് ചെയ്യുക. പിന്നെ നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ലൈം ജ്യൂസ്, അത് ഒരു 1/4 ടീസ്പൂൺ ഒഴിക്കുക. ഇനി നമുക്ക് പ്രഷർ പാൻ അടയ്ക്കാം. അടച്ചിട്ട് ഫുൾ തീയിൽ ഒരു വിസിൽ വരുന്നവരെ വെക്കാം. അതിനുശേഷം
ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റും കൂടെ ഇത് കുക്ക് ചെയ്യാം. അപ്പം അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. ഫുള്ളായിട്ട് റിലീസ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കർ തുറക്കാം. തുറന്നതിന് ശേഷം ഫോർക്ക് ഉപയോഗിച്ച് നമുക്ക് ഈ അരി ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പുലാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു സിമ്പിൾ വെജിറ്റബിൾ പുലാവ് റെഡിയായി. ഇതിൽ നമ്മൾ ഉള്ളി ഉപയോഗിച്ചിട്ടില്ല, ഇഞ്ചി വെളുത്തുള്ളി ഉപയോഗിച്ചിട്ടില്ല, വളരെ എളുപ്പമാണ്. ഇപ്പോൾ നമുക്ക് മിക്സ്ഡ് വെജിറ്റബിൾ പാക്കറ്റായിട്ട് ഫ്രോസൺ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. സമയം തീരെ കുറവാണെങ്കിൽ അങ്ങനത്തെ ഒരു പാക്കറ്റ് മേടിച്ച് ഫ്രിഡ്ജിൽ വെച്ചാലും മതി. ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇല്ലെങ്കിൽ കട്ട് ചെയ്യാൻ വളരെ കുറച്ച് സമയം ഇതിന് എടുക്കുന്നുള്ളൂ. ലഞ്ച് ബോക്സിനൊക്കെ പെർഫെക്റ്റ് റെസിപ്പിയാണ്. അല്ലെങ്കിൽ ഒരു സൺഡേ ലഞ്ച് ഉണ്ടാക്കാൻ വൈകിപ്പോയി, അല്ലെങ്കിൽ രാവിലെ എണീക്കാൻ വൈകിയ ദിവസങ്ങളിലൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്ന ഒരു ഡിഷാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയറും ചെയ്യാനും ബെൽ അടിക്കാനും മറക്കരുത്. അപ്പോൾ അടുത്ത പ്രാവശ്യം കാണുന്നവരെ ബൈ.